ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് കനത്ത സെല്ലിംഗ് പ്രഷർ നേരിടുകയും ഇൻഡെക്സ് 24,050 അതായത് 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് എന്ന സ്ട്രോങ് സപ്പോർട്ടിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 23,935 ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോടുകൂടിയാണ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും 24,000 ക്ലോസിംഗ് നൽകാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും മാർക്കറ്റിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടായ 24,050 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തിയത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് വീക്കാകുന്നു എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്. ആദ്യം തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഒരു സംഘർഷം എന്ന നിലയിൽ നിന്നും യുദ്ധം എന്ന ലെവലിലേക്ക് ഉയരുന്നു എന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഇത് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും മോശമായ ലെവലിലേക്കാണ്. ഇതുതന്നെയാണ് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് വീക്ക് ആകുന്നതിന് പിന്നിലെ പ്രധാന കാരണം. കൂടാതെ US ഡോളർ ഇൻഡെക്സ് വർദ്ധിക്കുകയും ക്രൂഡ് ഓയിലിൽ ഒരു വാല്യൂ ബൈയിങ് ആരംഭിക്കുകയും ഇന്ത്യ US വ്യാപാര ചർച്ചകളിൽ നിന്നും ഇതുവരെയും പോസിറ്റീവ് ഔട്ട്കം ഒന്നും വരാത്തതും മാർക്കറ്റിനെ അത്ര വലുതായെങ്കിലും ചെറുതായെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാനെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയതിനു ശേഷം വിപണി വളരെയധികം അസ്ഥിരമാവുകയും അല്ലെങ്കിൽ അൺസർട്ടൻ ആവുകയും മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉയരുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ US ഡോളർ ഇൻഡെക്സ് 100 എന്ന ലെവൽ വീണ്ടെടുത്തതിന് ശേഷം 98 എന്ന ലെവലിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രൂഡിൻ്റെ വില 75 നിന്നും 60 താഴെ എത്തുകയും 60 കൺസോൾഡേറ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ക്രൂഡിൻ്റെ ബൈയിങ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യ പോലെ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് ന്യൂസ് അല്ല. ഓവറാൾ ഈ ന്യൂസുകളുടെയൊക്കെ കളക്റ്റീവ് ഇമ്പാക്റ്റ് എന്ന നിലയിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 1% ഇടിഞ്ഞിരിക്കുന്നത്. മാർക്കറ്റ് പൊതുവെ സമ്മർദ്ദത്തിലാണെങ്കിലും ഡിഫൻസ് സെക്ടറിലെയും പ്രത്യേകിച്ചും ഡിഫൻസ് സെക്ടറിനകത്ത് ഡ്രോൺ സെക്ടറിലെയും സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഐഡിയ ഫോർജ്, സെൻ ടെക്നോളജി, പാരസ് ഡിഫൻസ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ മികച്ച ബൈയിങ് മൊമെൻറ്റം ഉണ്ടായി. കൂടാതെ ഇപ്പോൾ നടന്നുവരുന്ന പല ഓപ്പറേഷനുകളിലും ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഡ്രോൺ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി. ഐഡിയ ഫോർജ് ഇന്ന് ഇൻട്രാഡേയിൽ 17% ഉയർന്നു. കൂടാതെ സ്റ്റോക്ക് 21% റിട്ടേണാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നൽകിയത്. ഇവിടെ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കും യുദ്ധത്തിലും ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. 6 മാസം കൊണ്ട് 26% നെഗറ്റീവ് റിട്ടേണും 1 വർഷം കൊണ്ട് 27% നെഗറ്റീവ് റിട്ടേണും നൽകിയ സ്റ്റോക്കാണ്. അതേസമയം റീസെൻ്റ്ലി ഈ സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഡ്രോൺ സെക്ടറിലെ രണ്ടാമത്തെ സ്റ്റോക്ക് സെൻ ടെക്നോളജിയാണ്. സെൻ ടെക്നോളജി ഇന്ന് ഇൻട്രാഡേയിൽ 5% ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തി. കോമ്പാറ്റ് ട്രെയിനിങ്ങിനും ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള സിമുലേറ്ററുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് സെൻ ടെക്നോളജി. സെൻ ടെക്നോളജി കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 2.5% റിട്ടേൺ നൽകി. സ്റ്റോക്കിൻ്റെ ഈ വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ 43% റിട്ടേണാണ് സ്റ്റോക്ക് നൽകിയത്. പാരസ് ഡിഫൻസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. പാരസ് ഡിഫൻസ് ഇന്ന് ഇൻട്രാഡേയിൽ 6%, കഴിഞ്ഞ ഒരാഴ്ചയിൽ 7% ഉയർന്നു. കഴിഞ്ഞ ഒരു മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ 50% റിട്ടേണാണ് സ്റ്റോക്ക് നൽകിയത്. ഡിഫൻസ് സെക്ടറിൽ ഇന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 1.5% ഉയർന്നു. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 11%, ഒരു വർഷം കൊണ്ട് 17% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കൂടാതെ ഇതൊരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്ന സ്റ്റോക്ക് കൂടിയാണ്. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിലും ഇന്ന് ബൈയിങ് മൊമെൻറ്റം ശക്തമായിരുന്നു. ഭാരത് ഇലക്ട്രോണിക്സ് 2.5% ഉയർന്നു. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 12%, ഒരു വർഷം കൊണ്ട് 39% റിട്ടേണാണ് നൽകിയത്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷനുകൾക്ക് ഡ്രോൺ വളരെ കൂടുതൽ ഉപയോഗിക്കുന്നതും ലാഹോറിലും റാവൽപിണ്ടിയിലും ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണത്തിൽ ഇന്ത്യ മുൻതൂക്കം നേടിയതിൻ്റെയും പശ്ചാത്തലത്തിൽ ഡ്രോണുകളുടെ ഡിമാൻഡ് ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ള ആൻറ്റിസിപ്പേഷൻ മൂലമാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡിഫൻസ് ആൻഡ് ഡ്രോൺ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്.